ഇന്ന് നമ്മളുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് മെനു ആണ് കേട്ടോ. മുട്ട ഓംപ്ലേറ്റ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. മുട്ടയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു മുറി സവാള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതാ കുറച്ച് മല്ലിയില കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു. പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല. സിമ്പിളായിട്ടുള്ള 1-2 കറികളും പിന്നെ അതിൻ്റെ ഒപ്പം ഒരു മുട്ട ഓംപ്ലേറ്റുമാണ് കേട്ടോ. മുട്ട അതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംപ്ലേറ്റ് നമുക്ക് കിട്ടും കേട്ടോ. മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഓംപ്ലേറ്റിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ അത് പാനൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മളുടെ മുട്ട മിശ്രിതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 1 മിനിറ്റ് നമുക്കിതിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പച്ചമുളകിന് പകരം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്തിട്ടിട്ട് നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അതാ 1 മിനിറ്റിന് ശേഷം മുട്ടയൊക്കെ അതുപോലെ അങ്ങ് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അതാ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വശവും കൂടെ 1 മിനിറ്റ് വേവിക്കാം കേട്ടോ. അങ്ങനെ 2 വശവും വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ മുട്ട ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ചൂട് ചോറ്, പൊന്നിയരിൻ്റെ ചോറാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് ചെറുപയർ കറിയാണ് കേട്ടോ. ചെറുപയർ കറി ഒഴിച്ച് കൊടുക്കാം. ഞാനിത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഒരു സിമ്പിളായിട്ടുള്ളൊരു മോര് കറിയും. അത്രയേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ പൊരിച്ചെടുത്ത മുട്ട ഓംപ്ലേറ്റും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.